ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയ വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഒരു ലെമൺ ട്രീ മേടിക്കാൻ പോയതായിട്ടോ കാണിക്കുന്നത്. ഉദയം എന്ന് പറഞ്ഞിട്ടൊരു നഴ്സറിയിലാണ് പോയത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു, നിങ്ങൾക്ക് ആവശ്യം വരും. ഇത് സേലം കോയമ്പത്തൂർ ഹൈവേയുടെ സൈഡിലായിട്ടായിട്ട് വരണേ. അതായത് നമ്മൾ ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ റൈറ്റ് സൈഡിലും സേലത്തുനിന്ന് കോയമ്പത്തൂർ പുറപ്പെടുന്നവർക്ക് ലെഫ്റ്റ് സൈഡിലുമായിട്ട് കാണുന്നു കേട്ടോ. ഇത് നമ്മൾ സേലത്തുനിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ കുംകി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ഫ്രണ്ടിലായിട്ട് ആണ് ഈ ഉദയം എന്ന് പറഞ്ഞ നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. എന്താ പറയുക, നമ്മൾ ഹൈവേന്ന് നമ്മൾ ഈ റോഡിന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് എന്ന് പറയാൻ പറ്റില്ല, നസീർനൂർ കൂടി പോകാം. അപ്പം ആ വഴി പോകുമ്പോഴത്തേക്കും കേട്ടോ, അതിൽ കട്ട് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഉദയം നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ എല്ലാ വീടിൻ്റെ മുറ്റത്തും ഓരോ എന്താ പറയുക ലെമൺ ട്രീ കാണും. ലെമൺ ട്രീ അല്ലെങ്കിൽ പൊമോഗ്രേറ്റിൻ്റെ ട്രീസൊക്കെ കാണും. അപ്പോൾ അത് കണ്ടിട്ടൊരാഗ്രഹം കൊണ്ട് ഞാൻ മേടിച്ചതാണ്. ഇത് കേരളത്തിലെ വീട്ടിൽ വെക്കാനായിട്ട്. നമ്മുടെ ഈ മഴയൊക്കെയുള്ള സാഹചര്യത്തിൽ എത്രത്തോളം വളരുമെന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ മേടിച്ചുകൊണ്ട് പോകുന്നതാണ്. ഇതിന് കേരളത്തിൽ ഇത് കിട്ടുമെന്ന് എനിക്കറിയില്ല. കൂടുതൽ ഈ കൃഷിയായിട്ട് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് എന്താ പറയുക, എനിക്ക് ഡീറ്റെയിലിംഗ് ഒന്നും അറിയില്ല. അപ്പം ഞാൻ മേടിച്ച തൈക്ക് 200 രൂപയാണ്. ഇവിടെ കായുള്ള തൈയുണ്ട്, അല്ലാത്ത തൈയുണ്ട്. എല്ലാത്തിനും സെയിം വില തന്നെയാണ്. പിന്നെ ഞാൻ കായുള്ളത് എടുത്തില്ല, കായില്ലാത്തതാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതിന് അവർ അവിടെ തന്നെ ഇതൊക്കെ നടാനുള്ള വളവും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. കുറേ ഐറ്റംസൊക്കെ ഉണ്ട്, എനിക്ക് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. കേരളത്തിൽ നമ്മൾ നഴ്സറിയിലൊക്കെ പോകുമ്പോൾ ഞാൻ സാധാരണ ചെടിയൊക്കെ മേടിക്കാനായിട്ടോ പോയിട്ടുള്ളത്. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഇതിനെ ഫ്രൂട്ട് എന്ന് പറയാമോ എന്നറിയില്ല, ഫ്രൂട്ട് ഇനത്തിലുള്ളൊരു ഐറ്റംസ് മേടിക്കാൻ പോയത്. അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. ഇത് ഞാൻ പെട്ടെന്ന് നാട്ടിൽ പോരുന്നത് കൊണ്ട് പെട്ടെന്ന് പോയി പർച്ചേസ് ചെയ്തിട്ട് പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വിലയും കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ടായിരുന്നു കുറേ. ഞാൻ ആദ്യമായിട്ട് മിറാക്കിൾ ഫ്രൂട്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഇത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതിൻ്റെ കായൊക്കെ കണ്ടിട്ട്. അപ്പോൾ അത് പറിച്ചെടുക്കാനൊന്നും ഞാൻ കുറച്ചൊരു മടിയുള്ള കൂട്ടത്തിലെല്ലാം ആദ്യം ഇങ്ങനെ ചെയ്യാനായിട്ട്. അത് പരിചയമില്ലാത്തതിൻ്റെ ആയിരിക്കും കേട്ടോ. പതുക്കെ വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ ശരിയാകുമായിരിക്കും. പോയി ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയൊന്നുമില്ല. പിന്നെ ഇവിടെ കുറേ നമ്മുടെ കേരളത്തിൽ അങ്ങനെ അധികം കണ്ടുവരാത്ത ടൈപ്പ് റോസ് ഉണ്ട് കേട്ടോ. റോസിൻ്റെ പല വെറൈറ്റീസും ഉണ്ട്. കേരളത്തിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല നഴ്സറി. ഞാൻ പോയ നഴ്സറി കാണാത്തത് ആയിരിക്കാം, കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ എന്തൊക്കെയോ പൂക്കളുണ്ട്, ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയത്തില്ല. നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും വരണം, മേടിക്കണം, പോകണം. താങ്ക് യു.